കണ്ണൂരിലെ ആറളത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. വനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം വൈകിട്ട് 3 മണിക്ക് കണ്ണൂരിൽ ചേരുന്നുണ്ട്. ആറളം പഞ്ചായത്തിൽ ഇന്ന് UDFും BJPയും പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുകയാണ്. ആറളത്ത് പ്രതിഷേധം പുകയുകയാണ്. ആന ആക്രമിച്ച് രണ്ടുപേരെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഇപ്പുറയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പുനരധിവാസ പദ്ധതി നടപ്പാക്കി ആളുകളെ താമസിപ്പിച്ച സ്ഥലങ്ങളാണ്. ജീവഭയം കൊണ്ട് ആളുകൾ ഒഴിഞ്ഞു പോകുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന വീടൊക്കെ. ഇത് ബ്ലോക്ക് 13-ൽ രവി എന്ന ആൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ വീടാണ്. പക്ഷെ താമസമില്ല എന്നതാണ്. ഒഴിഞ്ഞുപോയ വീടുകളിൽ ഒന്നാണ്. ഇതുപോലെ തന്നെ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് 10 വീടുകളെങ്കിലും കുറഞ്ഞത് ഇവിടുന്ന് കാണാം എന്നുള്ളതാണ്. നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ പണിക്ക് പോകാൻ പറ്റുന്നില്ല, കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ് നമുക്കുള്ളത്. ഇവിടെ ഇപ്പോൾ 10, 40, 50 വീടുണ്ട് ഇതിന് മുകളിലേക്ക്. ഒരാളും താമസം അങ്ങനെ ജീവിക്കും. പേടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ഭർത്താവും 2 മക്കളുണ്ടാവുക. ഈ ഭർത്താവ് രാവിലെ പണിക്ക് പോകും, പിന്നെ വരുമ്പോൾ ഭാര്യയും 2 കുട്ടികളുണ്ടാവും വീട്ടിലുണ്ടാവുക. അവർ ഭർത്താവ് വരുന്നവരെ ഈ കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് വേണം ഈ ഒഴിഞ്ഞ വീട്ടിൽ നിൽക്കാത്ത വീട്ടിൽ. ഇവിടെ ഈ വീട്ടിൽ നിൽക്കുന്നത് അവൻ വരുന്നവരെ നോക്കിയിരിക്കാണ് കുട്ടികളെയും കൊണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫുള്ള് നല്ല ഡെൻസ്, നല്ല നിബിഡ വനായിട്ടാ തോന്നുന്നത്. പക്ഷെ അത് കാടല്ല. അവിടെ ഒരു വീടുണ്ട് അല്ലേ? അവിടെ വീടുണ്ട്. അതല്ല, കൊന്നിന്റെ മുകളിൽ 2 വീടുണ്ട്. 2 അല്ല 3 വീടുണ്ട് അവിടെ. അതിന്റെ നേരെ മറച്ചിലാണ് ആന നിൽക്കുന്നത്. അവിടെ വെള്ളമുണ്ട്, കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പൊ കണ്ടില്ല അവിടെ കിടക്കുന്നത്. ഉള്ള മരങ്ങൾ കംപ്ലീറ്റ് കുത്തി തൊളിച്ച് പൊളിക്കാന്ന്, കുത്തി തോലി പൊളിച്ചിട്ട് തിന്നുക. പിന്നെ ഭക്ഷണമില്ല ആനയ്ക്ക്. പിന്നെ ഈ ഫോറസ്റ്റുകാർ വരും, ഇങ്ങോട്ട് വണ്ടി എടുത്ത് വരും. അവർ 2 പടക്കം പൊടിച്ച് അവരങ്ങ് അവരെ വഴിക്ക് പോകും. ഇന്നലെ ഇറങ്ങിയ ആന ഏതാണെന്ന് അറിയുന്നതാണോ? അത് സ്ഥിരമായിട്ട് ഈ മേഖല തന്നെ കൊമ്പനുണ്ട്. ഇന്നലെ 3 ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് ഒന്ന് മാത്രമേ ആക്രമിച്ചുള്ളൂ. എപ്പോൾ ഒരു 3 ആന ഒപ്പം ഒന്നിച്ച് കൂടെ തന്നെ ഉണ്ടാവും. ഒരു കൊമ്പനാന്ന് ഓടിക്കുന്ന ആൾക്കാരെ. ആന മാത്രമാണോ വരുന്നത്? ആന മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇപ്പോൾ പിന്നെ മൃഗങ്ങൾ വേറെ മറ്റേ മലാനും മറ്റേ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവരെ കൊണ്ട് ദ്രോഹമില്ല. പക്ഷെ അവരെന്ന് പറഞ്ഞെങ്കിൽ ഈ നട്ട കൊടികളൊക്കെ കൊമ്പിട്ട് വരച്ചിട്ട് കൃഷി നശിപ്പിക്കുകയായിരുന്നു. അതുപോലെ ആന വീടിനടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വനം വകുപ്പിന്റെ മറുപടി എന്തായിരിക്കും? അവരെന്ത് പറയാനാ? അവരെന്ത് പറയുന്നവര്? പിന്നെ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരും അവരും. പക്ഷേ അവർക്കും പേടിയുണ്ട്, നമുക്കും പേടിയുണ്ട്. പക്ഷെ അതല്ല, എന്നാലും പോലും അവരൊന്ന് നിയന്ത്രിക്കണമല്ലോ. പുനരധിവാസത്തിൽ വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചതെന്ന പരാതി നാട്ടുകാർക്കുണ്ട്. പ്രതിഷേധം പുകയുകയാണ്. ഇന്ന് യോഗങ്ങളൊക്കെ ചേരുകയാണ്. കളക്ടറുടെയും മന്ത്രിയുടെയും ഒക്കെ അധ്യക്ഷതയിലുള്ള യോഗങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ വേണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.